എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഈ ലൈവിൽ വന്നത് ഇന്നലെ കേരളത്തിനെ സംബന്ധിച്ച് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഉദ്ഘാടനം ചെയ്തതോടുകൂടി നമ്മളെല്ലാവരും മലയാളികൾ വളരെ സന്തോഷിക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ. നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായ നിലവാരത്തിലുള്ള ഒരു തുറമുഖം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുവാനും അതിൻ്റെ ഉദ്ഘാടനം നടത്തുവാനെല്ലാം സാധിച്ചതിൽ ഞാൻ അതിയായി അഭിമാനിക്കുന്നു. എനിക്ക് വലിയ സന്തോഷമുണ്ടായ ദിവസം തന്നെയാണ് ഇന്നലെ. കാരണം വിഴിഞ്ഞം പദ്ധതി അത് കമ്മീഷൻ ചെയ്യാൻ സാധിച്ചല്ലോ അല്ലേ. അതിൽ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാവരെയും, അതിന് രാഷ്ട്രീയം നോക്കേണ്ട യാതൊരു കാര്യമില്ല. വികസനത്തിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് വികസനത്തിന് വേണ്ടി, നമ്മുടെ നാടിന് വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ വിഴിഞ്ഞം പദ്ധതി പോലെയുള്ള പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുമെന്ന് നമുക്കിപ്പോൾ ഈ ഒരു പദ്ധതിയോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം വിഴിഞ്ഞം പദ്ധതി ഞാൻ വിചാരിച്ചില്ല അത് നടപ്പിലാക്കാൻ സാധിക്കുന്ന, അതിൻ്റെ കമ്മീഷൻ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ നല്ല ഇച്ഛാശക്തിയുള്ള നേതൃത്വവും അതിൽ തുടക്കം മുതൽ അതിൻ്റെ അന്നത്തെ UDF സർക്കാർ അതിൻ്റെ ചർച്ചകൾ നടത്താനും അതിൽ കരാറിലേർപ്പെടാനൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു കരാറുണ്ടാകാനും അത് നടപ്പിലാക്കാനൊക്കെ സാധിച്ചെന്നുള്ള കാര്യം തർക്കമില്ല. അപ്പോൾ അതിൻ്റെ പിന്നീട് വന്ന സർക്കാരുകളെല്ലാം വളരെ കാര്യക്ഷമതമായി ഒരു പദ്ധതി ഏറ്റെടുത്ത് അത് കമ്മീഷൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ, അത് ഉദ്ഘാടനം നടത്താൻ ഒരു സാഹചര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്കുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ല. അത് നമ്മുടെ കേരളവും കേന്ദ്രവും എല്ലാം വളരെ സമന്വയത്തോടെ മുന്നോട്ട് പോയി ഇത്തരം ഒരു പരിപാടി, അത് നിസ്സാര ഒരു പദ്ധതിയല്ല, വൻ പദ്ധതി കമ്മീഷൻ ചെയ്യാനൊക്കെ സാധിക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ഞാൻ സന്തോഷവാനാണ്. ഇന്നലെ ഞാൻ ഫുള്ളായിട്ട് ആ പരിപാടി ലൈവായി കണ്ടു. അതിൽ വളരെ ഒരു സന്തോഷം തോന്നിയ ഒരു സാഹചര്യമാണ്. ആ സാഹചര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിനാണ് ഞാൻ ഇന്ന് ഈ ലൈവിൽ വന്നത്. നമ്മുടെ നാട് പുരോഗമിക്കണം, ഒരുപാട് മുന്നോട്ട് പോകണം. നമുക്കറിയാം തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെല്ലാം പോർട്ടിനെയാണ് നമ്മുടെ നാട് ഇതുവരെ ആശ്രയിച്ചത്. അത് തൂത്തുക്കുടി ആയിക്കോട്ടെ, ഗുജറാത്തിലായിക്കോട്ടെ, അത്തരത്തിലുള്ള ഒരു പോർട്ടുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ മലയാളികൾ ഈ കേരളം ആശ്രയിച്ചത്. അതുപോലെ നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ ഒരു തുറമുഖം നമ്മുടെ ഈ കേരളത്തിൽ വരാനും അത് കമ്മീഷൻ ചെയ്യാനും അതിലൂടെ കേരളത്തിന് ഒരുപാട് വളർച്ച ഉണ്ടാക്കുന്നുള്ള കാര്യം തർക്കമില്ല. അത്തരം ഒരു കാര്യത്തിലേക്ക് നമ്മുടെ കേരളത്തിന് സാധിക്കാത്തതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. അതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ച നമുക്ക് ഈ കാര്യത്തിൽ രാഷ്ട്രീയം പറയേണ്ട യാതൊരു കാര്യമില്ല. അത് രാഷ്ട്രീയം പറയുന്നവർക്ക് പറയാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നവർക്ക് നമുക്ക് പറയാം. വികസനത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയമല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പുരോഗതിയും നാടിൻ്റെ വികസനവും നമ്മുടെ പ്രോജക്റ്റ് അതിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഒരുപാട് വലിയ പ്രോജക്റ്റുകൾ അത് നടപ്പിലാക്കാൻ സാധിക്കും. ഇതിലൂടെ നമ്മൾക്ക് ബോധ്യപ്പെടുകയുണ്ടായി അല്ലേ. നമ്മൾ ഇത്തരം ഒരു കാര്യങ്ങളിലൊക്കെ വളരെ ത്വരിതഗതിയിൽ ചർച്ച ചെയ്ത് കമ്മീഷൻ ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ എത്തണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എത്രമാത്രം വർക്ക് ചെയ്തിട്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ. അപ്പോൾ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും, A to Z വരെയുള്ള എല്ലാവർക്കും ഞാൻ അവരെ ഹാർദമായി അനുമോദിക്കുന്നു. നമ്മുടെ ഈ കൊച്ചു കേരളത്തിന് ഈ ഇത്രയൊരു വലിയ പ്രോജക്റ്റ് കമ്മീഷൻ ചെയ്യാൻ സാധിച്ചതിൽ ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു.
അത് ഇനിയും നമ്മൾ ഒരുപാട് വികസനത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകട്ടെ. നമുക്ക് ഒരുപാട് അന്താരാഷ്ട്ര തലത്തിൽ അതുപോലെ തന്നെ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും ഉന്നതമായ നിലവാരത്തിലൂടെ ഈ ബോട്ടിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകട്ടെ. ഇതിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം.